കഴിഞ്ഞ ദിവസം സുസുക്കിൻ്റെ സർവീസിനെ കുറിച്ചൊരു വീഡിയോ ഇട്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇത്തവണ ഓലയെക്കുറിച്ചാണ്. ഓലയുടെ സർവീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒലക്കേട് മോഡ് സർവീസ് എന്നാണ് പറയാനുള്ളത്. കാരണം എൻ്റെ ബൈക്ക് ഓടിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ചെറുതായിട്ട് ബ്രേക്ക് പിടിക്കുന്നു. അതായത് നമ്മൾ ലെഫ്റ്റിലോട്ട് തിരിച്ചിട്ട് നമ്മൾ വണ്ടി എടുക്കുകയാണെങ്കിൽ വണ്ടി നീങ്ങത്തില്ല, പകരം ബ്രേക്ക് കടിച്ച് അവിടെ നിൽക്കുകയാണ്. ഞാൻ ഈ വണ്ടിയുടെ കംപ്ലയിൻറ്റുമായിട്ട് ഷോറൂമിൽ പോയി ചോദിച്ചപ്പോൾ അവർ പറയുകയാണ് അടുത്ത മാസം 29-ാം തീയതി കൊണ്ടുവരാം, കാരണം കുറേ വണ്ടികളുണ്ടെന്ന്. എന്ത് സർവീസാണ്, എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം ബ്രേക്കാണ് ഒരു ബൈക്കിൻ്റെ ഏറ്റവും വലിയ ഘടകമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ അതുപോലും വർക്ക് ചെയ്യാതെയൊക്കെ ഓടിച്ചുകൊണ്ട് പോകാൻ പറയുന്ന ഒരു സർവീസ് അല്ലെങ്കിൽ ഷോറൂം എന്ന് പറഞ്ഞാൽ എന്താണ് പറയാനുള്ളത്? സോ എന്തായാലും നമ്മൾ ഓലയുടെ സർവീസിൽ പോയി എന്തായാലും എനിക്ക് നല്ലൊരു സംതൃപ്തി ഉണ്ടായി. കാരണം സുസുക്കിയുടെ ബോസ്റ്റ് എന്ന് പറഞ്ഞെങ്കിൽ ഇത് ഡബിൾ ബോസ്റ്റ് ആയിട്ടുള്ള സർവീസാണ് ഓല പ്രൊവൈഡ് ചെയ്യുന്നത്. സ്പെയറും ഇല്ല, അവരാണ് ഈ ബ്രേക്ക് ഇല്ലാത്ത വണ്ടി നോക്കത്ത് പോലും ഇല്ല, എന്താണ് ബ്രേക്ക് ബൈൻഡ് ചെയ്യുന്നതെന്ന് പോലും നോക്കാനുള്ള സമയം പോലും അവർക്കില്ല. സോ ഞാൻ തന്നെ തീരുമാനിച്ചു എന്തെങ്കിലും നോക്കാമെന്ന്. അങ്ങനെ നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇതിന് ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ പഴയ ബുള്ളറ്റ് ഉള്ളവർക്ക് അറിയാൻ പറ്റും, ബുള്ളറ്റിന് ഇവിടെ ഒരു വെള്ളം കയറാതിരിക്കാനായിട്ട് ഫ്ലാപ്പില്ല, റബ്ബർ ഫ്ലാപ്പില്ല. മറ്റുള്ള ബൈക്കുകൾക്കെല്ലാം റബ്ബർ ഫ്ലാപ്പ് ഉണ്ട്. ഇവിടെ അങ്ങനെ റബ്ബർ ഫ്ലാപ്പ് ഇല്ലാത്തതുകൊണ്ട് ഈ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ഈ ബ്രേക്ക് കേബിളിൻ്റെ ആ ഗ്യാപ്പിലൂടെ അകത്തോട്ട് വെള്ളം ഇറങ്ങി ബ്രേക്ക് കേബിളിനകത്ത് വെള്ളം തങ്ങി നിന്ന് അവിടെ തുരുമ്പടിച്ച് ബ്രേക്കിൻ്റെ എഫിഷ്യൻസി കുറയ്ക്കുന്നു. അങ്ങനെ തുരുമ്പടിക്കുകയാണെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഈ ബ്രേക്കിന് കേബിൾ പൊട്ടിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം ഇത് ഈ ഡിസൈനിൻ്റെ പ്രശ്നമാണ്. ഈ സെയിം സാധനം തന്നെ ഓലയ്ക്കും ഉണ്ട്. ഇത് ഭയങ്കര എക്സ്പോസ്ഡാണ് പുറത്തോട്ട്, പഴയ ബുള്ളറ്റ് പോലെ തന്നെ. സോ ഇവിടെയൊക്കെ നല്ലോണം ഓയിലിട്ട് കൊടുക്കുന്നത് വളരെ നന്നായിരിക്കും. എനിക്ക് ഓയിലിട്ട് കുറച്ച് നേരം ബ്രേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിക്കുകയൊക്കെ ചെയ്തപ്പോഴത്തേക്കും ഏകദേശം എൻ്റെ ബൈക്ക്, എൻ്റെ ഓല സ്കൂട്ടർ സ്മൂത്തായിട്ടുണ്ട്. പിന്നീട് നിങ്ങൾക്ക് ബ്രേക്ക് ഷൂ മാറണമെങ്കിൽ ബ്രേക്ക് ഷൂവിൻ്റെ ഒരു ഇൻഡിക്കേറ്റർ ഉണ്ട്. ഈ ബ്രേക്ക് ഷൂവിൻ്റെ ഇൻഡിക്കേറ്റർ ഓൾമോസ്റ്റ് തീരാറാകുമ്പോൾ മാത്രം ബ്രേക്ക് ഷൂവിനെ കുറിച്ച് ചിന്തിച്ചാൽ മതി. അതുപോലെ ഒരു കുഴപ്പമില്ല, ഓടിക്കോളും. വെറുതെ ഷോറൂമിൽ പോയി അവിടെ എന്തായാലും സ്പെയറും ഇല്ല, ഒന്നുമില്ല, ഇങ്ങനത്തെ ചെറിയ കംപ്ലയിൻ്റ് ഒന്നും ഷോറൂമിൽ പോകാതിരിക്കുന്നതായിരിക്കും നല്ലത്. എന്തായാലും ബ്രേക്ക് ഷൂ ഈ ലെവൽ വെച്ച് നമുക്ക് മനസ്സിലാവും. പിന്നെ ഈ ബ്രേക്ക് ഓപ്പറേറ്റ് ചെയ്യുന്ന 2 സ്പ്രിങ്ങുകൾ കൊണ്ടാണ്. ഈ 2 സ്പ്രിങ്ങുകൾക്കിടയിൽ നമ്മൾ ചെളിയും മണ്ണും ഒക്കെ അടിച്ചിട്ട് ആ സ്പ്രിങ്ങുകൾ സ്റ്റക്ക് ആവുകയാണെങ്കിലും ബ്രേക്ക് ഇടയ്ക്ക് ഓട്ടത്തിൽ കല്ലിക്ക് അല്ലെങ്കിൽ കടിച്ചു പിടിക്കാൻ തുടങ്ങും. അങ്ങനെ ഒരു ഇഷ്യൂ ആയിരുന്നു എനിക്കുള്ളത്. അപ്പോൾ നമ്മൾ നല്ലൊരു ഓട്ടം കഴിഞ്ഞാൽ വണ്ടിയുടെ ഫ്രണ്ടൊക്കെ ഒന്ന് കഴുകി, നല്ല ബ്രേക്കൊക്കെ ഒന്ന് കഴുകിയിട്ട് നല്ലവണ്ണം ആ സ്പ്രിങ് വരുന്ന ഭാഗം മൊത്തത്തിൽ ഓയിൽ ഇട്ട് കൊടുക്കുന്നത് നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഇത്ര സംഭവം ചെയ്തപ്പോഴത്തേക്ക് എൻ്റെ ബൈക്കിൻ്റെ കംപ്ലയിൻറ്റ് ഒരു ഷോറൂമിലും കൊണ്ടുപോകാൻ തന്നെ ശരിയായി. കാരണം 29-ാം തീയതി അടുത്ത മാസം ഡേറ്റ് തന്നിട്ടുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യം വന്നില്ല, എൻ്റെ ബൈക്കിന് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങളും ഇതേ സെയിം മെത്തേഡ് തന്നെ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഓലയ്ക്ക് ഒരു സർവീസും ഇല്ലാതെ ഓടിച്ചിടക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. സോ ഒലക്കയുടെ മൂഡ് സർവീസ് ഇല്ലാതെ തന്നെ നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റും. പിന്നെ ഇതിനകത്ത് ഇവർ ഈ തള്ളുന്ന പോലെ എയർ ബ്രേക്ക് സിസ്റ്റം ഒന്നുമല്ല, സാധാ ഒരു കമ്പിയും സാധനങ്ങളും തന്നെയാണ്. ഇതൊക്കെ പഴയ സ്പ്ലെൻഡറിനകത്തൊക്കെ ഉണ്ടായിരുന്ന സിസ്റ്റമാണ്. ഇതൊക്കെ നമുക്ക് തന്നെ പണിയാവുന്നേ ഉള്ളൂ. പക്ഷേ